നല്ല തിരക്കുള്ള ദിവസമാണ്. ഡ്രസ്സ് കിട്ടിയിട്ടാ. രാവിലെ തന്നെ ഒരു ഷൂട്ട് ഉണ്ട്, കഴിഞ്ഞ് വൈകുന്നേരം ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. മൊത്തത്തിൽ ഹറിബറി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ ഫേസ് കാണുമ്പോ തന്നെ അറിയാലോ എത്ര ടയേർഡാണ്, ഇതായിട്ടായിരിക്കണേ എന്നുള്ള. സീരിയസ്ലി ബാലി ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എന്നെ മര്യാദക്കൊന്നും ശ്രദ്ധിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. ആകെ സ്കിന്നും ഒക്കെ ഡാമേജ് ആയിട്ട് ഇരിക്കുവാണ്. എനിക്ക് മൊത്തത്തിൽ ഒരു കോൺഫിഡൻസ് ഉള്ള ലെവലിലല്ല ഇപ്പൊ ഞാനുള്ളത്. ഇന്നിപ്പോ ഞാൻ കാറിൽ നിന്നാണ് എന്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. കാരണം ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ ഒരു ഷൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ അത് ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. മൊത്തത്തിൽ ഹറിബറി ആയിട്ടുള്ള ഒരു ദിവസമാണ്, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ടിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നിപ്പോ ഫസ്റ്റ് ഷൂട്ടിന് വേണ്ടിയുള്ള ഔട്ട്ഫിറ്റ് അമിതയുടെ അടുത്തിരിക്കുവാണ്. അത് കളക്ട് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഒരു സ്പെക്കിന്റെ ബ്രാൻഡിന്റെ ഷൂട്ടാണ്. അപ്പൊ അതും കൂടി ആ ഒരു സ്പെക്കും പോയി കളക്ട് ചെയ്തിട്ട് വേണം ഷൂട്ടിന് പോകാൻ വേണ്ടി. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. അമിതയുടെ ഷോപ്പിൽ എന്റെ സ്വന്തം മിററാട്ടോ ഇത്. ഞാൻ എപ്പോ ഔട്ട്ഫിറ്റ് ഓൺ സ്ക്രാച്ച് വീഡിയോ എടുത്താലും ഇവിടെ ഇന്ന ഷൂട്ട് ചെയ്യണേ. ഇത് കണ്ടോ, ഇതാണ് ഇന്നത്തെ ആ ഒരു കന്നഡ ബ്രാൻഡിന്റെ ഡ്രസ്സ് കേട്ടോ. ഇതിന്റെ കൂടെ കുറച്ച് ഇന്ത്യൻ ടച്ചുള്ള ഒരു ചെറിയ ഫ്രെയിമൊക്കെ ഉള്ള കണ്ണടയൊക്കെ വരും. രസം ഉണ്ടാവും. മൊത്തത്തിൽ നമ്മളൊരു കേർക്കി ആയിട്ടുള്ള സ്റ്റൈലായിട്ടൊന്ന് പിടിക്കണം. പക്ഷെ ഫിറ്റിങ് ആസ് യൂഷ്വൽ അമിത പൊളിച്ച്. ഇഷ്ടപ്പെട്ടല്ലേ ഇത്? അതെ, ഞാൻ എന്ത് സാധനം ഇട്ടാലും അമിത പറയും ഇത് കൊള്ളാലോ, ഇത് കൊള്ളാലോ. എനിക്ക് സ്വന്തം തയ്ച്ചിടാതില്ല, എനിക്കിത് തയ്ച്ചു തരും ഓരോ വെറൈറ്റി സാധനങ്ങൾ. പക്ഷെ ഇത് കൊള്ളാട്ടോ, ഭയങ്കര രസമായിട്ട്. ഈ കട്ടിങ് ഒക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല, ഇതൊക്കെ സ്വന്തം ക്രിയേഷനാണ്. പക്ഷെ കൊള്ളാം. അതും ഈ നെക്കും പൊളി പൊളി. ഇതിട്ടിട്ട് ഇന്ന് മട്ടാഞ്ചേരിയിൽ പോകണം, അടിപൊളി ഫോട്ടോസ് എടുത്തേക്കാറ്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഡ്രസ്സ് കിട്ടിയിട്ടാ അമിതേ ഭൈ. കാറിന്റെ ബാക്ക് സൈഡിൽ എനിക്കിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കും കേട്ടോ. കണ്ട കോക്കി ആയിട്ടുള്ള ബാഗും ആക്സസറീസും ഒക്കെയാണ് ആ ബാഗിലുള്ളത്. എനിക്ക് ആ ഡ്രസ്സ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടോ. കാരണം നല്ല ഫിറ്റിങ്ങും അതിന്റെ കൂടെ ആ നെക്ക് പീസ് ഒക്കെ വരുമ്പോ എനിക്ക് ഊഹിക്കാം എങ്ങനെ ഉണ്ടാവും ലുക്ക് എന്നുള്ളത്. ഇനി ഞാൻ ഷൂട്ട് നടക്കണ ഇന്നൊരു സ്റ്റുഡിയോയിലാട്ടോ. ആദ്യം ഇൻഡോർ ഷൂട്ടും അത് കഴിഞ്ഞിട്ടാണ് ഔട്ട്ഡോർ ഷൂട്ടും. അപ്പൊ അവിടെ മേക്കപ്പ് ചെയ്യണ ശ്രീക്കും അതുപോലെ തന്നെ വീഡിയോഗ്രാഫറും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്പെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോഗ്രാഫർ ചെക്കൻ അങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. കാരണം അവൻ ആ വഴിക്കാൻ വരണം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ന് ഡിലേ ആയിപ്പം. ഓൾറെഡി കുറച്ച് ഡിലേ ആയി നമ്മള്. അപ്പൊ വേഗം ചെന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ന്യൂട്രൽ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹെവി ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ വേഗം സ്റ്റുഡിയോയിലേക്ക് ചെല്ലട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിശേഷങ്ങളെ കാണിച്ചു. ഞാൻ അങ്ങനെ സാമിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടോ. ഇവിടെയാണ് നമ്മുടെ ഇൻഡോർ ഷൂട്ട് ചെയ്യണത്. ഇതുണ്ടോ, ഒബ്സ്ക്യൂറ ഫോട്ടോജനി. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കുറേ വീഡിയോസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു റെഡ് തുണിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ നവരാത്രിക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സ്ഥലങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി യൂസ് ചെയ്യാത്ത ഈ ഒരു ഏരിയ. അപ്പൊ അത് നമ്മൾ ഇന്ന് ഇൻഡോർ ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ അനന്തു ഉണ്ട് കൂടെ. ഹലോ അനന്തു, താഴെ കൊടുക്കാട്ടോ അവന്റെ പേജും കാര്യങ്ങളൊക്കെ. പിന്നെ ശ്രീക്കും ഉണ്ട്. ശ്രീക്കും ഞങ്ങളുടെ കസിനാട്ടോ. എടുത്തു പറയുകയാണെങ്കിൽ അനന്തുവിടെ ഫസ്റ്റ് കസിനാണ് അല്ലേ. ഡ്രേപ്പിസ്റ്റ് ആണ്. പിന്നെന്താടാ, മേക്കപ്പ് ചെയ്യും. അതെ, ഞാൻ അവന്റെ പേജ് ഇവിടെ ടൈറ്റിൽ എഴുതി കാണിക്കാം. അത് മാത്രമല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവന്റെ ഇൻസ്റ്റയും കൊടുത്തേക്കാം. സൂപ്പർ ആയിട്ട് മേക്കപ്പ് ചെയ്യും. കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ടിനെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഞെട്ടിച്ചിട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം ചെയ്യണം എന്ന് പറഞ്ഞാൽ വിളിച്ചത്. അപ്പോൾ അവന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. ഇവനായിട്ട് എനിക്കിന്ന് ഹെയറും മേക്കപ്പും ഒക്കെ ചെയ്ത് തന്നെ സുന്ദരിയാക്കും എന്നെ. ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങള് പയ്യെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇൻഡോർ ആടാം. അതുകൊണ്ടിട്ട് അധികം വേണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വീട്ടിൽ മോഡ് തന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും ഹെയർ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കേൾ ചെയ്ത് അങ്ങനെ ചെയ്യാം നമുക്ക്. മനസ്സിലായ? ഇപ്പോഴാണ് അവൻ അറിയണത് എന്തിന്റെ ഷൂട്ടാണെന്ന് അല്ലേടാ? ഓക്കെ. പിന്നെ സാമിന്റെ സ്റ്റുഡിയോ ഇല്ല, റെന്റിന് കൊടുക്കൂട്ടോ. നിങ്ങൾക്ക് പുറത്തേന്ന് ആളെങ്കിലും ഷൂട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ സാമിന്റെ സ്റ്റുഡിയോ നിങ്ങൾക്ക് റെന്റിന് തരും ഷൂട്ട്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. കിഡിലൻ സ്പേസ് ആട്ടോ. ഞാൻ ഒരു 4-5 ഷൂട്ടെങ്കിലും ഇവിടെ എടുത്തിട്ടുണ്ട്. ഓരോ ഏരിയ അടിപൊളി. ഇവിടെ എടുക്കാം, അവിടെ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവൻ കണ്ടോ, ഇവിടെ ഉണ്ട്. അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. ഹെയർ ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് ഒരു ഏകദേശം പൈജാമയ്ക്ക് ചേർന്ന മേക്കപ്പും ഒക്കെ എനിക്ക് അവൻ സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. ഇത് കഴിഞ്ഞതേ ഇവിടെ അനന്ത് കണ്ട ആത്മാർത്ഥതയുടെ നിറകുട്ടം നിൽക്കണുണ്ടോ എനിക്ക് കണ്ട. ഇതിൻ്റെ വീഡിയോസ് എടുത്തു തരാം. ഇതാട്ടോ നമ്മുടെ ഫസ്റ്റ് സ്പെക്ക്. ഒരു റീഡിങ് ഗ്ലാസ് മോഡലാണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യണ. ഷൂട്ട് ചെയ്തോണ്ടിരിക്കട്ടോ നമ്മള്. എന്തൊക്കെ പണിയാണല്ലേ.
ഇതൊക്കെയാണ് നിങ്ങൾ 2 സെക്കൻഡ് 3 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ കാണുന്ന വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻ. ഫസ്റ്റത്തെ ഈ ഒരു പൈജാമ ഇട്ടിട്ടുള്ള നമ്മളുടെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. അത് ഇൻഡോറിൽ കഴിഞ്ഞു. ഏകദേശം അറൗണ്ട് 3/4 to 1 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഔട്ട്ഡോർ പോകാൻ വേണ്ടി പോവാണ്. മട്ടാഞ്ചേരിക്ക് പോകാന്നാട്ടോ ആദ്യം ആലോചിച്ചു. പക്ഷെ ക്രൗഡഡ് ആയിരിക്കും എന്ന് അനന്ത് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കെട്ടിയോൻ അനന്തു അല്ല കേട്ടോ, അത് അവൻ്റെ പേരും അനന്തുന്നാ. അതുകൊണ്ട് പിന്നെ ശ്രീഹരി വന്നേട്ടോ, നമ്മുടെ ചിറക്കൽ ശ്രീഹരി. ഇവർ എഡിറ്റർ ആട്ടോ, എൻ്റെ എൻഷാണ്ടറിൻ്റെ ഒക്കെ വീഡിയോ എഡിറ്റ് ചെയ്തെന്ന് എനിക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് ഫോട്ടോയ്ക്ക് പോകാമെന്ന്. ശരിയാട്ടോ, ഫോട്ടോയ്ക്ക് പോയാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മളൊന്ന് ലുക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാം. ഞങ്ങൾ നെക്സ്റ്റ് ലുക്കിലേക്ക് പിടിച്ചിട്ടാ. ഡ്രസ് ഇടുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ ഗൈസ്, നല്ലതല്ലേടാ? കാരണേ ഭയങ്കര ഫിറ്റിങ്ങും എല്ലാം കൊണ്ട് അടിപൊളിയാട്ടോ. പിന്നെ അതേ ഇവനാണെങ്കിലും എനിക്കിപ്പോൾ ഫുൾ സ്ലീക്ക് എടുത്തിട്ട് എൻ്റെ കുറേ നാൾക്ക് ശേഷം വീണ്ടും സ്ലീക്ക്. നിങ്ങൾ മാറ്റെന്ന് പറഞ്ഞാലും എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് സ്ലീക്കാട്ടോ. സ്ലീക്ക് ഹെയർ സ്റ്റൈലാണ്. അപ്പം സ്ലീക്ക് ചെയ്തിട്ട് ബാക്ക് ഇങ്ങനെ നല്ല രസത്തിൽ കേളി തരാൻ വേണ്ടി പോവാം. പെൻസിൽ കളർ ചോപ്സ്റ്റിക് കളർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഏത് കേൾസ് ആണോ ബെറ്റർ അത് നോക്കിയിട്ട് ഇടാം. പിന്നെ ഇന്ന് ഞാൻ കുളിച്ചുകൊണ്ട് മുടി അങ്ങനെ പിടിച്ചെടുത്തോ നിൽക്കൂലെന്ന് എനിക്കറിയാം. നീ കഷ്ടപ്പെടും സത്യം. അങ്ങനെ ഇച്ചിരി പണിയാട്ടാ. എടി ഈ സ്റ്റിക്കാ ഞാൻ നിന്നോട് എടുക്കാന്ന് പറഞ്ഞത്. എൻ്റെ ഉണ്ട് വാക്സ് സ്റ്റിക്ക് എന്ന് പറഞ്ഞ. പക്ഷെ ഇല്ല, നീ യൂസ് ചെയ്തോ? ഞാൻ മറന്നുപോയി എന്നിട്ട് എടുക്കാനായിട്ട്. എടുത്താ നന്നായി. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പിടിച്ചാൽ ഇങ്ങോട്ട് പോരും ഇന്നത്തെ മുടി. അങ്ങനെ ആയിട്ട് ഞാൻ കുളിച്ച കൊണ്ടാണ് ഇതല്ല. അതാണ് ഇഷ്ടമില്ലാത്തത് കുളിക്കാൻ. അതാ കുളിക്കാത്ത രഹസ്യ. പക്ഷെ മുടി അഴിച്ചിടുന്ന ദിവസമില്ലേ എനിക്ക് ഇങ്ങനെ കുളിച്ചിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ വിടർത്തിയിടുന്നു. ഒരു ഗുണം എന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ വിടർത്തിയിട്ട് കഴിഞ്ഞാൽ മുടി അങ്ങനെ കിടന്നോളൂ കേട്ടോ. വേറെ ഒന്നും ഹെയർ ഡ്രയർ ഒന്നും ചെയ്യണ്ട, തനിയെ ഉണങ്ങി വൃത്തിക്ക് കിടന്നോളൂ. ഇവൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തോണ്ട് വന്നത്. പക്ഷെ കൊള്ളാം, മൂസ് ഉണ്ടെങ്കിൽ നല്ല വൃത്തിയില് മുടിയിരിക്കും. അതൊക്കെ എന്റെ പണിയായിട്ട് അങ്ങനെ. കൊറേ നാൾക്ക് ശേഷം ഞാൻ ലെൻസ് വെച്ചിട്ടാ. ഞാൻ ഓർത്ത് മറന്നുപോയിന്ന് വെക്കാനായിട്ട്. പക്ഷെ ഇല്ല, കുഴപ്പമില്ലാണ്ടൊക്കെ വെച്ചില്ലേ നന്നായിട്ട്. കൊള്ളാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷ് ലുക്കിന്റെ ഹെയ്സൽ അല്ലേ? കൊള്ളാട്ടോ ഹെയ്സലിന്റെ കല്യാണത്തിന് ഞാൻ ഫ്രഷ് ലുക്കിന്റെ ഗ്രേയാ വെച്ചിരുന്ന. ഹെയർ ആണെങ്കിലും കണ്ട ഫുൾ സ്ലീക്ക് അടിച്ച് കണ്ട കുറച്ച് തത്തമ്മയുടെ പോലെ കഴിഞ്ഞിട്ട്. ഇനി അതൊന്ന് വൃത്തിയാക്കിയിട്ട് മാലയൊക്കെ ഇട്ട് വരുമ്പോൾ ഈ ലുക്ക് പൊളിയാവുന്ന എനിക്ക് 100% ഉറപ്പാണ്. മേക്കപ്പും ഹെയറും എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രീകു. നൈസ്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഐ മേക്കപ്പും എല്ലാം പൊളിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേഗം ഷൂട്ട് ചെയ്യാനായിട്ട് പോട്ടെ. ഏകദേശം 1 മണിക്കൂറിൽ ഷൂട്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഈ ഒരു മാല കേട്ടോ നമ്മളിന്ന് സ്റ്റൈൽ ചെയ്യണ. പോട്ടെ, നമുക്ക് പോവാ ഷൂട്ട് ചെയ്യാൻ. അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനുണ്ട്. ഇങ്ങോട്ട് പോണ്. നോക്കിയേ, ഇതാണ് എന്റെ കംപ്ലീറ്റ് ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മാർവാടി സ്ത്രീയെ പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും കൊള്ളാല്ലേ? ഗുജറാത്തി കാത്തള കിട്ടി ആ മോഡുണ്ട്. പക്ഷെ എനിക്ക് ഈ മോഡാണ് ഗൈസ് ഇഷ്ടം. എനിക്ക് ഈ ബോഹോ ടച്ചും സാധനങ്ങളൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. കുറച്ച് ആക്സസറീസ് ഒക്കെ ചെയ്ത് അതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് പോട്ടെ. എന്നിട്ട് ഈ ഒരു ലുക്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവാർഡ് നൈറ്റിന് പോകണം. വളരെ തുച്ഛമായ സമയമുള്ളൂ. ഇതിനുള്ളിൽ എല്ലാം നടത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ടേ കൊച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാട്ടോ ഷൂട്ട് ചെയ്യണേ. സീരിയസ്ലി ഗൈസ് എനിക്ക് ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ ഒരു സംഖ്യയായിട്ടുള്ള നെക്ക് പീസും ഈ സ്പെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. കൊള്ളാമല്ലേ? എനിക്കിതിൻ്റെ ഈ ഒരു സൈഡിലെ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യട്ടെ ബാക്കി ഷൂട്ട്. ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യണ്ടിട്ട് ഈ ഒരു അച്ചേറിൽ. It tastes kind of bitter to say I'm sorry when I know that I did nothing wrong. You think you're better than everybody. I'm getting good at reading your lies. If you don't like me, I don't understand. When I say something, you put your head in the sand. I'm so confused. Are you just കുറേ നാളത്തെ വിചാരിക്കണാട്ടെ ഈ ഒരു ബാഗ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴാണ് കറക്റ്റ് ആപ്റ്റ് ടൈം ആയത്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് വിശന്ന് പൊരിഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഫോർട്ട് കൊച്ചിയിലെ പാരഗണെ പറ്റി ആലോചിച്ചത്. ഞാൻ ദേ ഒരു ഫിഷ് ഗ്രില്ലും
ഇവര് നൂൽ പൊറോട്ടയും ചിക്കനും, അവന് നൂൽ പൊറോട്ട ചിക്കൻ, പിന്നെ ഗ്രീൻ സലാഡ്, ഇതൊക്കെയായിട്ട് കഴിക്കണം. ഇനി വേഗം വീട്ടിൽ പോയിട്ട് അമ്മൂനെ പിക്ക് ചെയ്യണം, കമ്മലൊക്കെ ഗോൾഡിൻ്റെ അക്സറീസ് ആക്കണം. അത് കഴിഞ്ഞിട്ട് അവാർഡിന് പോകണം, അനന്തുവിൻ്റെ അവാർഡ് മേടിക്കണം. ഇത്രയാണ് ഇന്നത്തെ പരിപാടിയുള്ള. സീരിയസ്ലി കേട്ടോ, നല്ല വിശന്ന് പോയി, നല്ലോണം വിശന്ന് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നില്ലടാ. ഇവൻ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മണം വന്നിട്ട് സഹിക്കണ്ടായിരുന്നില്ല. വിശക്കണം ഇവനെ ഇപ്പൊ കണ്ടാലും ഇവന് വിശക്കണു, മന്തി വിശക്കണു, ബിരിയാണി വിശക്കണു, ഇങ്ങനെയൊക്കെ പറയുവേ. കുഞ്ഞാട്ടോ, ഭക്ഷണം കഴിച്ച് വളരട്ടെ. അപ്പോ നമ്മളിനി അമ്മൂനെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി അവാർഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ബൈ, കാണാൻ അടുത്ത ദിവസം പോട്ടെ ഞാൻ അവാർഡ് ഫംഗ്ഷന്. ഓക്കെ ബൈ. കാറ് വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താന്നോ, നല്ല പൊടിയും നല്ല അഴുക്കുമായിരുന്നു കേട്ടോ, നമ്മൾ ഓരോ ട്രാവലിംഗ് കഴിഞ്ഞിട്ട് കൊണ്ടിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്ക് കഴുകി വെടിപ്പാക്കി കാർ എടുത്തു. ഞാൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് കാർ കൊടുത്തിട്ടാണേ പോയത്. അപ്പോ ഇനി നേരെ പോട്ടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക്. ഇതാണ് കേട്ടോ ലാസ്റ്റ് മിനിറ്റ് ഒരുക്കം എന്ന് പറയണ. കാരണം ഷൂട്ടിന് പോയപ്പോ ഫുൾ സിൽവർ ജ്വല്ലറി ഇട്ടിരുന്ന, ഇപ്പൊ നമ്മളിതേ ഗോൾഡൻ ജ്വല്ലറിയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം അനന്തനുള്ള അവാർഡ് മേടിക്കാൻ വേണ്ടി കേട്ടോ ഈ ഒരുങ്ങി പോണേ. പക്ഷെ സൂപ്പർ പ്രൗഡ് ഓഫ് മൈ ഹസ്ബൻഡ്. അത് വേറെ കാര്യം. ഉണ്ടോ ലുക്ക് മാറിയാണ്ട് അതാ പറയണ. ഒരു ബേസിക് ആയിട്ടുള്ള പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ടൈപ്പ് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ തന്നെ ഉണ്ടോ ബ്ലാക്ക് ബേസിലാണ് ഞാൻ ഈ ഗോൾഡും സിൽവറും സ്റ്റൈൽ ചെയ്തത്. പക്ഷെ രസമുണ്ട് കാണാനായിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ ഇനി ഫുഡ് വെയറും കൂടി മാറ്റി ക്ലച്ചും കൂടി പിടിച്ച് പരിപാടിക്ക് പോട്ടെ. നമ്മളിവിടെ അവാർഡ് മേടിക്കാൻ വേണ്ടി എത്തിയിട്ടോ. അനന്തൂടെ കാറ്റഗറി ആയിട്ടില്ല, പകരം ഇവിടെ ഇപ്പൊ മ്യൂസിക് കാറ്റഗറിയിൽ നടന്നോണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് വെച്ച് അമ്മു ജോയിൻ ചെയ്തായിരുന്നു, ഞാൻ പറയാൻ മറന്നു നിങ്ങളുടെ അടുത്ത്. അമ്മുല്ലാത്ത എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. കുറെ പേരുണ്ട് കേട്ടോ, പരിചയമുള്ള കുറെ പേരുണ്ട്. അതുപോലെ അനന്തുവിന്റെ സീരിയലിൽ ഇപ്പൊ ഉള്ള ശാന്തി കൃഷ്ണ ചേച്ചി ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ തന്നെ കാണിച്ചു തരാം, മീറ്റ് ചെയ്യാം നമുക്ക്. ഭയങ്കര സന്തോഷം, പോയി മേടിക്കട്ടെ അല്ലേ. എല്ലാവരും ഇങ്ങനെ അവരവരുടെ അവാർഡിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആയിട്ടിരിക്കണേ. അതിപ്പോ മ്യൂസിക് കാറ്റഗറി നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടോ. അതെ അനന്ത് എപ്പോഴും വിളിച്ചോട്ടെ, കിട്ടാതെ എന്തായി അപ്ഡേറ്റ് വിളിച്ചോണ്ടിരിക്കുക. അത് സൂപ്പർ എക്സൈറ്റഡ് ആട്ടോ. അതുപോലെ ഞാൻ സൂപ്പർ പ്രൗഡുമാണ്. അപ്പൊ ചെല്ലട്ടെ, ചെന്ന് ബാക്കി പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യണം. നമ്മൾ അവാർഡ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിനോടെ പ്ലേറ്റഡിൽ വന്നിട്ട് ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കും കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി കുറേ വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും ഫേവറേറ്റ് സ്പോട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അനന്തുവിന് ബെസ്റ്റ് ക്യാരക്ടർ അവാർഡാട്ടോ ഇന്ന് കിട്ടിയത്. ആസ് എ വൈഫ് ഞാൻ സൂപ്പർ പ്രൗഡായിട്ടോ ആളുടെ കാര്യം ആലോചിച്ചിട്ട്. കാരണം ഈ ഒരു 2.5 വർഷം സമയം കൊണ്ട് തന്നെ ഇല്ലേ ഇത്രയും നല്ല അച്ചീവ്മെൻ്റ് അനന്തു നേടിയെടുത്തു. സീരിയസ്ലി 3ാമത്തെ സീരിയലാണ് അനന്തു ചെയ്യണത്. അതുകൊണ്ട് ഭയങ്കര പ്രൗഡുണ്ട് എനിക്ക്. പിന്നെ അനന്തു ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നി. പിന്നെ മെയിൻ വിഷമം തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 7 മണിക്ക് വന്നിട്ട് 11 മണിയായപ്പോഴാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. അത് ഞാൻ കുറേ ബിറ്റ് ആൻഡ് പീസ് ഒന്നും കാണിക്കാതിരുന്നത്. നല്ല ലേറ്റായിരുന്നു ഫംഗ്ഷൻ. അത് ഞങ്ങൾക്ക് ഒരിത്തിരി സങ്കടം ഉണ്ടാക്കിയല്ലേ ഇത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സത്യം വിശന്നിട്ടില്ല, ആത്മാവ് പോവായിരുന്നു. അങ്ങനെ ഒന്നാമത് എനിക്കിത് ഭയങ്കര എക്സോസ്റ്റ് ആയിട്ടുള്ള ദിവസം കേട്ടോ. ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ ടയേർഡ്നെസ്സും ഒക്കെ നമ്മൾ ഈ ഇൻഫ്യൂസ് ചിക്കൻ കഴിച്ചിട്ട് അങ്ങോട്ട് തീർക്കുക. നമ്മളങ്ങനെ ഫുൾ ചിക്കൻ അകത്താക്കിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടി തിരിച്ച് കാറിലേക്ക് വന്ന് കയറിയിട്ടോ. എടി ആ അവാർഡൊന്നും എടുത്ത് കാണിച്ചു തരുമോ?
ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചിട്ടാ, കാരണം ബാക്ക് സീറ്റിൽ ഇരിക്കണം. വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം. അവാർഡും സർട്ടിഫിക്കറ്റും വേറെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. വീട്ടിൽ ചെന്നിട്ട് സത്യം പറഞ്ഞൊന്ന് വീട്ടിൽ ചെന്നിട്ടില്ലേ നേരെ അങ്ങ് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ്. അതും എനിക്ക് കുളിക്കണം കേട്ടോ, കാരണം അത്രയും പശ വെച്ചിട്ടുണ്ട് തല ഒട്ടിച്ച് വെച്ചേക്കണത് ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്കൊന്ന് കുളിക്കണം. അമ്മു നീ മേലൊക്കെ കഴുകൂ? എനിക്ക് തോന്നണില്ല. അവള് ഉറങ്ങാൻ പോണേ. മേക്കപ്പ് കളഞ്ഞിട്ട് ഉറങ്ങാതെ. കാരണം ഇല്ലേ 11:30-12 മണിയായാലും ഇപ്പൊ ഏകദേശം. ഓ ടയർഡായിപ്പോയി ഗൈസ്, സീരിയസ്ലി. എനിക്ക് സങ്കടവും വന്നു പോയി. 7 മണിക്ക് വന്നിട്ട് 11 മണിയായപ്പോഴാ പാടുന്നത്. ചേട്ടാ നല്ലൊരു ചെലവ് വേണം. അതെ, ഞങ്ങൾക്ക് 2 പേർക്കും. പിന്നെ എന്റെ കെട്ടിയനായോണ്ട് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ഗൈസ്. ഞാൻ വരേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ അമ്മു? യെസ്, ലെറ്റ്സ് ഗോ. വീടെത്തിട്ടോ എന്റെ പൊന്നെ. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ്. പക്ഷെ ഇത് കളയാണ്ട് കിടന്ന് ഉറങ്ങാനും പറ്റൂല. ഭയങ്കര ടയേർഡായെന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡായി പോയിട്ടോ. എനിക്കാണെങ്കിൽ സങ്കടവും വന്നിട്ട് വയ്യ. കാരണമില്ലേ, ലിറ്ററലി 7 മണിക്ക് അവിടെ പോയി ഇരുന്നിട്ട് ഒരു 11 മണിയായപ്പോൾ നമുക്ക് അവാർഡ് തന്നു. എല്ലാവരും പോയിട്ടല്ല, ലാസ്റ്റ് തന്ന എല്ലാവരും പോയി ജസ്റ്റ് തന്നു വിട്ടു. അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമേ തന്നു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വീട്ടിലെത്തി തന്നെ. അയ്യോ ഭയങ്കര കുറേ നേരം അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടിപ്പോയി. എൻ്റെ ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഇതാണ് കേട്ടോ അനന്തുവിന് കിട്ടിയ അവാർഡ്. ഇതുണ്ടോ, ഇതാണ് കിട്ടിയത്. മൈൽ സ്റ്റോൺ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് പൂച്ചട്ടി അല്ല കേട്ടോ കിട്ടിയേ, നമുക്കൊരു ഗ്ലാസ് ആണ്. അപ്പോൾ ഇതെന്തായാലും ഭയങ്കര ഉപകാരമായിട്ടോ. കാരണം ഞാനൊരു കോഫി പേഴ്സൺ ആയതുകൊണ്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ കോഫി മഗ്സ് ഭയങ്കര ഉപകാരമാണ്. അതും കൊള്ളാട്ടോ. ഇതൊരു ക്രിസ്മസ് തീമൊക്കെ ഫീൽ ചെയ്യണത് കണ്ടിട്ട് കൊള്ളാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ശരിക്കും ചിരി വന്നിട്ട് കയറുന്നുണ്ട്. കാരണം നെവിനില്ലേ ബിഗ് ബോസിലെ നെവിന് ഒരു പൂച്ചട്ടിയും കൊണ്ടുപോയിട്ട്, ഈ പൂച്ചട്ടിയാണ് ഗൈസ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ പറഞ്ഞു നടക്കണ്ടായിരുന്നു. ആള് ഭയങ്കര ഫണ്ണിയാട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളുടെ ക്യാരക്ടർ. നമ്മുടെ ആളും കണ്ടിട്ട് കുറെ സംസാരിച്ചു. നൈസ്. അതുപോലെ നാളെ മുതൽ എനിക്ക് കുടിക്കാൻ ഒരു കോഫി മഗ്ഗും കിട്ടി ഗൈസ്. ഇനി നേരെ ഞാൻ പോയി കുളിച്ച് ഇതൊക്കെ ഒന്ന് കളഞ്ഞ് മേക്കപ്പൊക്കെ ഒന്ന് കളഞ്ഞ് ലെങ്സും ഐലാഷൊക്കെ നേരത്തെ പറിച്ചെറിഞ്ഞിട്ടാ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞ് നേരെ പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അതൊക്കെ സപ്പോർട്ട് ചെയ്യണം. ബൈ.